ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് പാലക്കാട്ടേക്ക് രാഹുലുമായി പോകുമോ? മിഥുൻ, അത്തരത്തിലുള്ള സൂചനകൾ ലഭ്യമാണോ? ഇപ്പോൾ നേരെ ഇന്ന് തന്നെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. പക്ഷേ ഇത്രയും വലിയ പ്രതിഷേധവും ഇന്നലെ നമ്മൾ കണ്ടതാണ്. രാഹുലിൻ്റെ വാഹനത്തിന് നേരെ മുട്ടയെറിയുന്ന തരത്തിലുള്ള അങ്ങനെ വലിയ പ്രതിഷേധമൊക്കെ കണ്ടതാണ്. അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ സാഹചര്യത്തിൽ പോലീസിന് പത്തനംതിട്ട തൊട്ട് പാലക്കാട് വരെ രാഹുലിനെയും കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു തെളിവെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? എന്തൊക്കെയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, അതായത് സ്വാഭാവികമായും പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടെ ഈ ഒരു KPM ഹോട്ടലിലും മറ്റു ചില ഇടങ്ങളിലുമൊക്കെ രാഹുലിനെ എത്തിച്ച് തെളിവെടുക്കേണ്ടതായിട്ടുണ്ട്. അത് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അതായത് ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ചില ആശങ്കകളുണ്ട്. അതായത് ഇത്രയും ദൂരത്തേക്ക് രാഹുലിനെ എത്തിക്കുക എന്നുള്ളതും അവിടെയൊക്കെ വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ളതും കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ചില ആശങ്ക പോലീസിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ സംഘം കൃത്യമായി ഇപ്പോൾ നടത്തുന്ന അതേ സ്ട്രാറ്റജി തന്നെ, അതായത് ആരും അറിയാതെ പുലർച്ചെയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ ആയി ഇങ്ങനെ യാത്ര ചെയ്ത് അവിടേക്ക് പോവുക, അവിടെ തെളിവെടുക്കുക, അതിനുശേഷം തിരികെ മടങ്ങുക. ആ ഒരു രീതിയിലായിരിക്കും ഒരു പക്ഷേ ഈ പാലക്കാട്ടെ തെളിവെടുപ്പും ആ രീതിയിൽ തന്നെയായിരിക്കും ചാർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ രാവിലെ പട്ടാപ്പകൽ ഇങ്ങനെ വലിയ വാഹന വ്യൂഹവുമൊക്കെയായി രാഹുലുമായി ഒത്ത് അന്വേഷണ സംഘം പാലക്കാട്ടേക്ക് തെളിവെടുക്കാൻ പോയാൽ അത് വലിയ രീതിയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടവെക്കുകയും ചെയ്യും. പലയിടങ്ങളിലും വാഹന വ്യൂഹത്തിന് പോകാൻ കഴിയാത്തത്ര തരത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ DYFയും അടക്കമുള്ള മറ്റ് പാർട്ടി യുവജന സംഘടനാ നേതാക്കളും ഒപ്പം തന്നെ പ്രവർത്തകരും ഒക്കെ പറയുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ആണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മറ്റൊരു പ്ലാൻ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആ രീതിയിലായിരിക്കും ഈ തെളിവെടുപ്പ് നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാലക്കാട് എത്തിച്ച് രാഹുലിനെ തെളിവെടുത്തേ തീരൂ. രാഹുലിനെ അവിടെ എത്തിച്ച് തെളിവെടുക്കുന്ന നടപടികളൊക്കെ ഉടൻ തന്നെ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. വളരെ കുറച്ച് സമയം മാത്രമേ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 16-നാണ്. അതിനു മുമ്പ് തന്നെ ഈ കൃത്യമായി തെളിവ് ശേഖരിച്ച് ഈ കാര്യങ്ങളിൽ കൃത്യമായ റിപ്പോർട്ട് ഈ 15-ാം തീയതി വൈകിട്ട് വീണ്ടും തിരുവല്ല കോടതിയിൽ ഹാജരാക്കുമ്പോൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം ലഭിക്കരുത് എന്ന രീതിയിൽ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്തത്. അതായത് ഈ കേസിലെങ്കിലും രാഹുലിനെ അഴിക്കുള്ളിലാക്കുന്ന തരത്തിലുള്ള കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. മറ്റ് 2 കേസുകളിൽ നമുക്കറിയാം അത് ചില പാളിച്ചകൾ ഉണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പാളിച്ചകൾ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ തന്നെ വിവരങ്ങൾ ചോർത്തി നൽകുന്നു. തങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ തങ്ങൾ ഏതൊക്കെ തെളിവുകൾ ഇതുവരെ ശേഖരിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ കൈമാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കേസുകളിൽ നിന്നൊക്കെ കൃത്യമായി വളരെ സേഫായി രാഹുലിന് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് നിഷ്പക്ഷം പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അതുണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ള ദൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഈ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ഈ ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തതെന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് ഏതെങ്കിലും രാഹുലിൻ്റെ അഭിഭാഷകർക്കോ അല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകർക്കോ ഒക്കെ ഇതിൻ്റെ വിവരങ്ങളൊക്കെ കൈമാറുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. രാഹുലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് ഈ ഒരു കേസിൽ നിന്ന് വളരെ എളുപ്പം ഊരിപ്പോകാമെന്നുള്ള ആ ഒരു ചിരി ഇനി ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കോടതിയിൽ എന്ത് നിലപാട് ആയിരിക്കും സ്വീകരിക്കുക എന്നുള്ളതും ഒപ്പം തന്നെ അന്വേഷണ സംഘം ഈ രാഹുലിനെതിരെ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളും ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്നുള്ള ചാറ്റുകളൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ രാഹുൽ ഈ ഘട്ടത്തിൽ എന്തായാലും അന്വേഷണവുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നതാണല്ലോ പുറത്തു വരുന്ന വിവരങ്ങൾ. ഫോണിന്റെ ലോക്ക് മാറ്റി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ എവിഡൻസ് മാത്രമേ ഇനി ഈ വിഷയത്തിലുള്ളൂ. നമുക്കറിയാം അത് ഏതാണ്ട് ഓഗസ്റ്റ് 2024 സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് സ്വാഭാവികമായി ഓഗസ്റ്റ് അല്ല ഏപ്രിലൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വേണ്ടത് ഡിജിറ്റൽ തെളിവുകളാണ്. ഈ ഡിജിറ്റൽ തെളിവുകളിലേക്ക് ആക്സസ് കിട്ടാതെ അന്വേഷണ സംഘത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും? ഇപ്പോൾ നാളെ ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ നിസ്സഹകരിക്കുന്നു എന്ന കാര്യം അറിയിച്ചേക്കാം. അപ്പോഴും നിർണായകമായ തെളിവുകൾ കണ്ടെത്തുക ഇതാവിലെ അന്വേഷണ സംഘത്തിനുള്ള വെല്ലുവിളി.
ശ്രീജ, അതായത് ഇപ്പോഴത്തെ ഈ അന്വേഷണ സംഘത്തോട് സഹായിക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൂടുതൽ സഹകരിച്ചാൽ, അതായത് ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായില്ല എങ്കിൽ അത് സ്വാഭാവികമായും കോടതിയിലേക്ക് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിക്കുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അഭിഭാഷകർ പറയുന്ന അനുസരിച്ച് തന്നെയാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ തന്നെയാണ് നമുക്ക് വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നത്. കാരണം ഫോണിന്റെ പാസ്വേഡ് നൽകുന്നില്ല, അത്തരത്തിൽ മറ്റു വിവരങ്ങളൊന്നും നൽകുന്നില്ല, ചോദ്യങ്ങളോടൊന്നും തന്നെ കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന അതിജീവിതയെ അറിയാമെന്ന്, അല്ലെങ്കിൽ ആ ബന്ധം രാഹുൽ സമ്മതിക്കുന്നുണ്ട് എന്ന് ആദ്യം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 3 ദിവസം മാത്രമാണുള്ളത്. ഈ 3 ദിവസവും അന്വേഷണ സംഘത്തോട് കൃത്യമായ രീതിയിൽ അതിന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾക്കോ ഒന്നും തന്നെ മറുപടി നൽകേണ്ടതില്ല എന്നുള്ള ഒരു രീതിയിലാണ് രാഹുലിന്റെ ഒരു സമീപനം എന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത്. അത് ഈ ജാമ്യം നിഷേധിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു മൂവ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം സംബന്ധിച്ച് ഈ 3 ദിവസം അവർക്ക് വളരെ നിർണായകമാണ്. ആ ദിവസങ്ങളിലുള്ളിൽ തന്നെ കൃത്യമായ വിവരങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2024 ഏപ്രിൽ 8 നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹോട്ടലിലൊക്കെ കയറി പോകുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അത് സാധിക്കാത്തൊരു പശ്ചാത്തലമുണ്ട്. കാരണം പല ഹോട്ടലുകളിലും 6 മാസത്തിൽ കൂടുതൽ ഈ CCTV ബാക്കപ്പ് ഒന്നും ഉണ്ടാകുന്ന ഒരു സാധ്യതയില്ല. അത് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിൽ ഡിലീറ്റായി പോയിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 ദൃശ്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ അന്വേഷണ സംഘം നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. രാഹുലുമായി കൂടുതൽ തെളിവെടുപ്പുകളിലേക്ക് നടക്കുന്നു. ഈ ഫോൺ, രണ്ടാമത്തെ ഫോൺ, ഈ 2002 KPM ഹോട്ടലിലെ 2002 റൂമിലെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഈ രണ്ടാമത്തെ രാഹുലിൻ്റെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടോ എന്നാണ് അന്വേഷണ സംഘം ആരായുന്നത്. ഈ ഫോൺ ഉപയോഗിച്ചാണ് ഈ അതിജീവിതകളുമായി രാഹുൽ ചാറ്റ് നടത്തിയിരുന്നത്, ഫോൺ വിളിച്ചിരുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില വിവരങ്ങളുണ്ട്. അത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ അത് തന്നെയാണ്. ആ ഫോണിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ റിക്കവർ എടുക്കാനാകുമോ ഇതൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ആ ഫോൺ കൈമാറുകയും ചെയ്യും. മറ്റൊന്ന്, രാഹുലിനെതിരെ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, ആ വാഹനത്തെ വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ മറ്റ് സമീപകാല ചരിത്രത്തിലൊന്നും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള വലിയ സെക്യൂരിറ്റി, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഹുലിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത്രയും വലിയ കുറ്റവാളി, വലിയ ക്രൂരത പല പെൺകുട്ടികളും ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധി, ഒരു MLA ആയിട്ടുള്ള ഒരു വ്യക്തി ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആ രീതിയിൽ ആ പെൺകുട്ടികൾ പോലും വിശ്വസിച്ചു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുലിൻ്റെ ആ പാറ്റേണിന് കീഴിൽ, അതായത് ഒരു സൈക്കോപാത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ തന്നെ ഓരോ പെൺകുട്ടികളുടെ അടുത്തും ഒരേ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ട് പോവുകയും ചെയ്ത് അതിൽ സ്വാഭാവികമായി നമ്മൾ ആരായാലും പോലും തന്നെ, അതായത് ഒരു ജനപ്രതിനിധിയാണ്, തന്നെ വഞ്ചിക്കില്ല എന്നുള്ള വിശ്വാസം ആ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നു കാണും. അതുകൊണ്ട് തന്നെയാണ് അവർ ആ രാഹുലിൻ്റെ വലയിൽ വീഴുകയും പിന്നീട് ഇത്രയും അധികം ക്രൂരത നേരിടേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. എന്തായാലും 3ാമത്തെ പരാതിയിൽ രാഹുൽ ഒടുവിൽ അറസ്റ്റിലാകുകയും ഒപ്പം തന്നെ ഇപ്പോൾ മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ തേടുക എന്നുള്ളതാണ്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുവേണ്ടിയുള്ള കടുത്ത നടപടികളിലേക്കും ഒക്കെ അന്വേഷണ സംഘം ഒരുപക്ഷെ കടന്നേക്കുമെന്നുള്ളതാണ്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം പുറപ്പെട്ടത്. കനത്ത സുരക്ഷ ഇന്നലെ നമ്മൾ കണ്ടതാണ്. രാഹുലുമായി കോടതിയിലെത്തിയപ്പോഴുണ്ടായ അവസ്ഥ കണ്ടതാണ്. അത്രയേറെ വലിയ പ്രതിഷേധമാണ് കോടതി പരിസരത്തും വഴിയിലുമൊക്കെ ഉണ്ടായത്. അതിന് സമാനമായ ഒരു പ്രതിഷേധം പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ. അതുകൊണ്ട് ഇന്ന് പുലർച്ചെ തന്നെ ഇത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു. ക്ലബ് 7 ഹോട്ടൽ, ഇവിടെ വെച്ച് ഈ പീഡനം നടന്നു എന്നാണ് 3ാമത്തെ പരാതിയിൽ പറയുന്നത്. അതനുസരിച്ച് ക്ലബ് 7 ഹോട്ടലിലെ 408 നമ്പർ മുറിയിൽ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. ഇനി പാലക്കാട്ടേക്ക് രാഹുലിനെ കൊണ്ടുപോകുമോ? അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും അത് സാധിക്കുക? അത്ര വലിയ പ്രതിഷേധമാണ് ഇന്നലെ യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ സാഹചര്യത്തിൽ സുരക്ഷിതമായി രാഹുലിനെയും കൊണ്ട് അങ്ങനെ ഒരു തെളിവെടുപ്പിന് പോകാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ അത് എപ്പോഴായിരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. അന്വേഷണവുമായി തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ MLA അല്ലേ, നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയല്ലേ എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരോട് രാഹുൽ ചോദിച്ചു എന്നാണ് കേൾക്കുന്നത്.
എന്തായാലും പുഞ്ചിരിയോടെ ആണ് പലപ്പോഴും രാഹുൽ പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിലും അത് അത്ര സുഖകരമായൊരു പുഞ്ചിരിയല്ല. കാരണം അത്ര വലിയ പ്രതിഷേധമാണ് രാഹുലിനെയും കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഈ തെളിവെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.